Hello students. In this video we'll be discussing about the role of managerial economist. ഇത് നിങ്ങൾക്ക് നല്ല familiar ആയിട്ടുണ്ടാവും. ഇതുവരെയുള്ള videos ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ we have already discussed about the objectives and uses of managerial economics. അപ്പോൾ അത് തന്നെയാണ് ഒരു economistന്റെ managerial economistന് ഒരു ഫേമിലുള്ള responsibility എന്ന് പറയുന്നത് എന്തൊക്കെയാണോ managerial economicsന്റെ objectives ആയിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് അവർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് I think further explanation ഒന്നും ആവശ്യം ഉണ്ടാവില്ല. We'll just go through it. To foresee the risk and losses and warn the firm of these risk and losses. എന്താണോ ഒരു ഫേം നേരിടാൻ പോകുന്ന അനിശ്ചിതത്വങ്ങള് നഷ്ടങ്ങള് അതിനെ മനസ്സിലാക്കുകയും അതിനെ against warn ചെയ്യുക. See, you are going to face a problem like this. അതിനെ ഇപ്പൊ തന്നെ കൗണ്ടർ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ അതിനെ warn ചെയ്യുക എന്നുള്ളത് one of the roles of managerial economist ആണ്. Then advise the firm on matters of purchase of materials, plant and equipments. ആ ബിസിനസിന്റെ purchase related ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അഡ്വൈസ് കൊടുക്കുക. Then advise the firm on matters of finance, diversification, modernization, technology, sales promotion, etc. അപ്പോൾ എന്തൊക്കെയാണോ crucial decision making aspects of business ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫിനാൻസ് ഡൈവേഴ്സിഫൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്, മോഡേണൈസേഷൻ, ടെക്നോളജി ഡ്രിവൻ ആയിട്ടുള്ള കാര്യങ്ങള്, സെയിൽസ് പ്രൊമോഷൻ, ഇതൊക്കെ ഇങ്ങനെയുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ സക്സസിനെ എഫക്ട് ചെയ്യുന്നതായിട്ടുള്ള ക്രൂഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ആസ്പെക്ട്സിലൊക്കെ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് another role. Then to suggest ways and means to expand the market expand ചെയ്യാനുള്ള ways and means ഒക്കെ പറഞ്ഞു കൊടുക്കുക. To recommend to the research and development department to find out techniques to reduce cost and increase the competitive strength of the firm. അപ്പോൾ recommend ചെയ്യാം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് to find out the techniques to reduce cost കുറയ്ക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ഒക്കെ പറഞ്ഞു കൊടുക്കുക. ആൻഡ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്, ആ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഒരു ഫേമിന് എപ്പോഴും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതിനുള്ള മാർഗങ്ങളൊക്കെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിന് റെക്കമെൻഡ് ചെയ്യാം. Then to promote the employer-employee relationship, നല്ല better employer-employee relationship ഉണ്ടാക്കുക. To act as friend, philosopher and guide. ടീച്ചർ ആരാന്ന് ചോദിച്ചാൽ പറയുന്ന പോലെയാണ്. അപ്പൊ ഒരു ഓൺട്രപ്രണറുടെ ഫ്രണ്ടും ഫിലോസഫറും ഗൈഡും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കേണ്ട ആളാണ് ആര്? മാനേജറിയൽ എക്കണോമിസ്റ്റ്. Then to integrate various policies and coordinate the activities of the firm. ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതിന്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണോ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് അതിന്റെ പോളിസീസ് ഒക്കെ എന്തൊക്കെയാണ്, ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതിനൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു റോള്. Then to help in product designing, improvement and planning through a systematic appraisal of consumers' income, taste and preference. If it is a manufacturing business, അപ്പോഴാണ് മാനുഫാക്ചറിംഗ് ബിസിനസ് ആവുന്ന സമയത്ത് പ്രോഡക്റ്റ് ഡിസൈനിങ്ങിനും ഇംപ്രൂവ്മെന്റും പ്ലാനിങ്ങും ഒക്കെ അതിലൊക്കെ അതായത് കസ്റ്റമേഴ്സിന്റെ ആസ്പെക്ട് കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട്, അതായത് ഡിമാൻഡ് സൈഡും കൂടെ അനലൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങള് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ്. Then help to make right choice of investment and ensures fair return on capital employed. ഒരു ഏതൊരു പ്രപ്പോസൽ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതിനകത്ത് റൈറ്റ് ചോയ്സ് കൃത്യമായിട്ടുള്ളതിന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക. So that the firm gets better return on capital employed. Then to interpret the changing scenario to identify business opportunities and the threats to the business. മാറുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കുക, എന്നിട്ട് എന്തൊക്കെയാണ് ഭാവിയിൽ ബിസിനസ്സിനുള്ള സാധ്യതകള്, ത്രെഡ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. To analyze the external factors that influence a firm's decision. ഒരു നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഇന്റേണൽ എഫക്റ്റ് ഉണ്ടാവും, അതേസമയം എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പൊ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒരു ഫേമിന്റെ തീരുമാനത്തിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. Then to collect data regarding rival products. ആ പോയിന്റുമായിട്ട്, ആദ്യത്തെ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റയൽ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യുക, മാർക്കറ്റ് പൊട്ടൻഷ്യൽ, ഡിമാൻഡ് ചേഞ്ച്, സെയിൽസ് ട്രെൻഡ് എക്സെട്ര, ആൻഡ് മേക്ക് യൂസ് ഓഫ് ദീസ് ചേഞ്ചസ് ഇൻ ഫേംസ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ മാറ്റങ്ങൾ ഏതൊക്കെ മേഖലകളിലാണോ വരുന്നത്, റൈവൽ പ്രോഡക്ട്സ് ആണോ, മാർക്കറ്റ് പൊട്ടൻഷ്യൽ ആണോ, ഡിമാൻഡിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ, സെയിൽസ് ട്രെൻഡ് മാറിയിട്ടുണ്ടോ,
എന്നൊക്കെ മനസ്സിലാക്കി അതിനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാം. ഇതൊക്കെ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുക ഈ ഡാറ്റയൊക്കെ. ഇത്രയാണ് റോൾ ഓഫ് മാനേജറിയൽ എക്കണോമിസ്റ്റ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഗസ് ചെയ്തൊക്കെ എഴുതാൻ പറ്റുന്ന സാധനമാണ്. ജസ്റ്റ് ഹിയർ ഇറ്റ്, ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് മാനേജർ ഇക്കണോമിക്സ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ റോൾ ആൻഡ് ഫങ്ഷൻസ്, ചിലപ്പോൾ അത് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും മാനേജർ ഇക്കണോമിക്സിൽ. ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. സെയിൽസ് ഫോർകാസ്റ്റിംഗ്, ഡിമാൻഡ് അനാലിസിസ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. എന്തൊക്കെ കണ്ടന്റ് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് ഇപ്പം എല്ലാവരും ഓൺലൈനൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻസ്റ്റയിലും വാട്സാപ്പിലും ഒക്കെ ചാറ്റ് ചെയ്തിരിക്കുന്നതിന് പകരം എന്ത് ചെയ്ത് നോക്കുക, ഈ സെർച്ച് ചെയ്ത് നോക്കുക ഈ ഐറ്റംസ് ഒക്കെ. അപ്പൊ ഇതിനൊക്കെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും, ഒക്കെ വായിക്കാം. ഓക്കെ, താങ്ക് യു.